എൻ്റെ ഒരു കാര്യം പറഞ്ഞു. എന്താ റോയിച്ചത്? നിനക്കൊന്ന് ഹോം ഡെലിവറി ഒന്നുമില്ലേ? ഓർഡർ ഒന്നും വന്നില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്ലോഗാ. ബ്ലോഗോ? അതെന്താ? ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗ്, അല്ലാതെ ഇപ്പം എന്താ? അറിയാഞ്ഞിട്ട് ചോദിച്ചല്ലേ റോയിച്ച. ഈ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയാ? റോയിച്ചന് അറിയില്ല അല്ലേ? അല്ലടാ, ഈ ചില ആൾക്കാർ ഡയറി എഴുതൂലേ, അതുപോലെ നെറ്റിലൊരു പേഴ്സണൽ ഡയറി. ഓ, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഷെയർ ചെയ്യാം, എന്ത് ഐഡിയാസ് വേണമെങ്കിലും എഴുതാം, ആർക്ക് വേണമെങ്കിലും വായിക്കാം. അപ്പൊ എനിക്കും ഇതുപോലുള്ള വല്ല ഐഡിയാസും ഷെയർ ചെയ്യാണ്ടെങ്കിലോ? അതിന് നിനക്ക് എന്ത് ഐഡിയാസാണ് ഷെയർ ചെയ്യാനുള്ളത്? അല്ല, ഈ ഫ്രണ്ട് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ഈ കോളേജ് ഡേയ്സിലെ തമാശകളും ടൂർ വിശേഷങ്ങളൊക്കെ എഴുതിയാണ്. ഇവൻ ഫേമസ് അല്ലേ? ഫേമസാ? പിന്നല്ലേ, രാജീവിന്റെ ബ്ലോഗ് വായിക്കാത്തവരാരുണ്ടാവില്ല. ഈ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എല്ലാവർക്കും എല്ലാം അറിയാം. എനിക്കിങ്ങനെ നിരക്ഷരനായി ജീവിച്ച് മടുത്തു. എനിക്കും വേണം ഫേസ്ബുക്കും ബ്ലോഗിങ്ങും ഒക്കെ. തീരുമാനം കൊള്ളാം. നീ ആത്മാർത്ഥമായിട്ട് ആ ബ്ലോഗിൽ നിന്റെ ജീവിതകൾ എഴുതിയ നിന്റെ ബ്ലോഗ് ഇതിൽ ഇറ്റാം, നീ ഫേമസ് ആവുകയും ചെയ്യും. എൻ്റെ പൊന്നു റോയ്ച്ച, ഒന്ന് ഫേമസ് ആയി പോകാൻ തുടിക്കുന്നൊരു മനസ്സായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് റോയ്ച്ചൻ അറിഞ്ഞൂടെ? ഈ താഴെക്കിടയുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടു മടുത്തു. ഞാൻ ഫേമസ് ആയി പോകുന്നേ നല്ലത്. ബ്ലോഗ് എങ്കിൽ ബ്ലോഗ്. ആ ശരി, ഇനി ബ്ലോഗിൽ എഴുതാതെ നീ ഫേമസ് ആവാതിരിക്കണ്ട. ഞാൻ നിനക്കൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് തരാം. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഷെയർ കൂടി ചെയ്തുതരോ? ക്രിയേറ്റ് ചെയ്ത് തരും, പിന്നെല്ലാം തന്നെ ആയിക്കൊള്ളണം, മനസ്സിലായോ? ആ, ക്രിയേറ്റീവ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കിടലും ഷെയറിംഗ് ഞാൻ കാണിച്ചു തരാം. എന്നാ സാർ അതിന്റെ പരാതി പറച്ചിലും തീരുന്നേ? ഓ, ഇപ്പൊ പരാതി പറഞ്ഞാണ് കുറ്റം. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് വല്ല പിടുത്തോണ്ടോ? ദേ, ഈ കോഫി ഷോപ്പിൽ ഇവിടെയും ലോഞ്ചിലും വരുന്ന എല്ലാ ഓർഡർ പ്രിപ്പയർ ചെയ്യാനും പ്ലേസ് ചെയ്യാനും ഞാൻ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിന് ഈ സർവീസ് മെൻ എന്ന് പറഞ്ഞിട്ട് കുറെ പേരോട് നടപ്പുണ്ടല്ലോ, അവരൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യാറില്ലേ? സർവീസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിന്റെ കാര്യം നീ പറഞ്ഞത്? എന്താ നീ ഒന്നും മിണ്ടാത്തത്? പരാതി പറഞ്ഞ് ശീലമായെന്ന് കരുതി ഓവറാക്കരുത്. റോയിച്ചിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. തിരക്കിട്ട് ഇങ്ങനെ ഓടി നടന്നാൽ മാത്രം പോരാ, കോഫി ഷോപ്പിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം വേണം. ഞാൻ സംസാരിക്കാം. അയ്യോ, ദേ റോയിച്ചൻ. എവിടെയായിരുന്നു റോയിച്ച? കോഫി ഷോപ്പിന്റെ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ നോക്കാൻ നീ പറഞ്ഞ ഉത്തരവാദിത്തോട്ടൊന്നും വെറുതെ തമാശ അറിയില്ല റോയിച്ച. എന്താടി നിന്റെ പ്രശ്നം? അത് പിന്നെ റോയിച്ച, മടിക്കണ്ട, പറഞ്ഞോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്കൊരു ഹെൽപ്പർ മസ്റ്റ് ആയിട്ട് വേണം. നിനക്ക് വേറെ ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ, നിനക്ക് ഇവിടെ നിന്ന് ഹെൽപ്പ് ചെയ്താൽ എന്താ? ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല. എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട്. ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചു പോവാ. എന്തിനോടെങ്കിലും സാറിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. എന്തിനോടാ? അതിപ്പോ ഞാനെങ്ങനെ ഇച്ഛാനോട്? ലേഡീസിനോടായിരിക്കും. അയ്യേ, എന്താ റോയിച്ച ഇങ്ങനെ? പിന്നെന്തിനോടാ? ഫ്രാൻസിൽ പോവാൻ. അതിന് ഫ്രാൻസിൽ പോകുന്ന നിനക്ക് വല്ല ട്രേഡും ഉണ്ടോ? അതല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചോയ്സ് വേണം. അതുമില്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? എനിക്ക് അവള് വിസയും ടിക്കറ്റും ഒക്കെ എടുത്തരാന്ന് പറഞ്ഞല്ലോ. ആണോ? പിന്നെന്താ പോവാത്തെ? അതിന് പൈസ വേണ്ടേ? എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. ഒന്ന് പോയി കിട്ടിയോ നീ എവിടെയെങ്കിലും? ഒന്നുമില്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയാലോ അനിയൻ ഫ്രാൻസിലാന്ന്. കഷ്ടം തന്നെയാണ് നിന്റെ കാര്യം. നീ വിഷമിക്കണ്ട, നമുക്കൊരാളെ വയ്ക്കാം. ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്. പിന്നെ ഫ്രാൻസിന്റെ സഹായം പ്രതീക്ഷിക്കണ്ട. ആ ആനന്ദ് മുകളിലിരിപ്പുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് ചോദി. ഓക്കെ? സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കുമോ ഫ്രാൻസിന്റെ കാര്യം? ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? ലുക്ക് വൺ തിങ്, സാജന്റെ ഭാവനയിലുള്ള ഒരു ഒബീഡിയന്റ് ഗേൾ അവനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വേണ്ട, ഞാൻ ഭാവനയെ വിട്ടു. എന്താ പോരെ? പോരാ. മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ ഡീമോറലൈസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഡീമോറലൈസ് ചെയ്ത് എന്ത് പറഞ്ഞു എന്നാ? ചൂരിദാർ ഇപ്പോഴത്തെ ഫാഷനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞു നീ ചൂരിദാർ ഒന്നും ഇടത്തില്ലെന്ന്. പിന്നെ ഫാഷനിലെ ക്രേസ് ഉള്ള കുറെ പിള്ളേർ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാനും അവരോട് ചേർന്ന് ചിരിച്ചു. അത് നിന്നെ കുറിച്ചാണെന്ന് നീ വിചാരിച്ചതിന് ഞാനെന്ത് പഠിച്ചു? അപ്പൊ അവൾ എന്താ പറഞ്ഞത്? പറു പ്ലീസ്, സോറി. അപ്പോ അവൾ എന്താ പറഞ്ഞത്? മോഡേൺ പിള്ളേരെ ഡിസൈൻ മാത്രമല്ലേ നോക്കുള്ളൂ, അവർക്ക് നല്ലൊന്നും ഇഷ്ടപ്പെടില്ലോ എന്ന്, അത്രേ ഉള്ളൂ. പിന്നെ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. എനിക്ക് ഇമാരി തമാശ ഒന്നും ഇഷ്ടമല്ല. പാറു, അതാ എനിക്ക് അബദ്ധം പറ്റിയത്. ഏത് ടൈപ്പ് തമാശയാ പാറുന് ഇഷ്ടമെന്ന് എനിക്ക് അറിയില്ലല്ലോ അല്ലേ? സാജൻ വീണ്ടും എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? അല്ല പാറു,
റോയിച്ചിനെ നമ്മൾ പിണക്കമാണെന്ന് അറിയിച്ചേക്കരുത് പ്ലീസ്. മോശമാണ്. ഹായ് റോയിച്ച. ഹലോ, എന്താ ഭാവി കപ്പിൾസ് ഇവിടെ കിടന്നൊരു കറക്കം? പർച്ചേസിങ്ങാ? ആ ഇവൾക്കൊരു ചുരിദാർ എടുക്കാന്ന് കരുതി. ആ ആയിക്കോട്ടെ, നമുക്ക് ആ ഡേറ്റ് ഒന്ന് തീരുമാനിക്കണ്ടേ? പിന്നെ വേണം, ഇവളുടെ മമ്മി ഒന്ന് വന്നിട്ട് വേണം നമുക്കൊന്നിരുന്ന് ആലോചിക്കാൻ. ആയിക്കോട്ടെ. പൈസ വല്ലതും വേണോടി? ഇല്ല വേണ്ട റോയിച്ച, എൻ്റെ ഉണ്ട്. എന്നാ നടക്കട്ടെ, നിങ്ങളുടെ മൂഡ് കളയണ്ട. ചെല്ല്. ശരി റോയിച്ച, പോയിട്ട് വരാം. ഹലോ മച്ചാ, എടാ എനിക്ക് നീ കുറച്ച് മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലാക്കി തരുമോ? പറയട്ടെ. ചമ്മിപ്പോയി, പണ്ടാരടങ്ങി, പണി പാളി, വഴിത്തിരിവ്, അങ്ങനെയൊക്കെ. ആ ഒന്ന് പെട്ടെന്ന് വേണേ. One day, Anand thought acting idea. My decision if become anything before that, I will have a star. Then on another day, I become to Cochin. My old dearest friend of Orkut, welcome late. കോന്തൻ ടോണി ഇതുവരെ ഇംഗ്ലീഷ് വാക്കുകൾ മെസ്സേജ് ചെയ്തില്ലല്ലോ. അവനെ പറ്റി നീ മോശം എഴുതാം. വേണ്ട, അതോറ്റ അവനറിഞ്ഞ എന്നെ പിടിച്ച് ഇടിക്കും. സമയമില്ലെങ്കിലേ മോശ. ആനന്ദേ, ഓ ഒന്ന് വന്നേടാ. അല്ല, ഈ കോഴിക്കോടേക്കുള്ള അടുത്ത ട്രെയിൻ എപ്പോഴാണ്? അങ്ങനെ ഇപ്പൊ ആ ട്രെയിൻ നോക്കുന്നേ? അല്ല, അത്യാവശ്യമായിട്ടേ എന്നേക്കുമായി ആർക്കെങ്കിലും കോഴിക്കോട്ടേക്ക് പോകേണ്ടി വന്നാലോ? അങ്ങനെയാണ് ഇപ്പൊ കോഴിക്കോടേക്ക് പോകുന്നത്. നിന്നെ കുറിച്ച് തന്നെയാ, പഴയതുപോലെയല്ല. നിനക്ക് എന്നോടുള്ള ബഹുമാനം കുറച്ച് കുറഞ്ഞോന്നൊരു ഡൗട്ട്. ഈ ഡൗട്ടൊക്കെ നമ്മളുടെ ഇടയിൽ ആവശ്യമുള്ളതാണോ? വേണം വേണം വേണം, തീർച്ചയായിട്ടും വേണം. അല്ല, നീ എന്താ ഈ ബ്ലോയിൽ കിടന്നൊരു കളി? ചുളുവിലൊന്ന് ഫേമസ് ആവാനുള്ള കഷ്ടപ്പാടില്ല. ഇത് ഹിറ്റാവൂടാ, സത്യം ഉറപ്പാ. അതെന്താ അങ്ങനെ? എടാ, നിനക്ക് കൊച്ചിയെ കുറിച്ച് അറിയാൻ പാടില്ലെന്നിട്ടാ. സിൽസിലെ അങ്കനവാടിയിൽ ടീച്ചർ ഹിറ്റായ നാടായിരുന്നു. പിന്നെ അതിൻ്റെ ഈ ബ്ലോഗ്. എന്തായാലും അവരെക്കാട്ടും കഴിവൊക്കെ എനിക്കുണ്ടോ? അതെ, ഇത്തരം ഐറ്റങ്ങളോട് ജനങ്ങൾക്ക് എന്താണെന്നറിയില്ല, പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്. ഹോ, അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ ഫേമസ് ആവുന്നവരെ ജനങ്ങളിൽ ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ ദൈവമേ.